അധ്യായം 7. വിജയിക്കുവാൻ രണ്ടുവിധ പരീക്ഷകൾ. പിശാചിനാൽ നടത്തപ്പെടുന്ന പ്രലോഭനങ്ങളുടെ പരീക്ഷ, പിതാവായ ദൈവം അനുവദിക്കുന്ന കഷ്ടതയുടെ പരിശോധന. ഈ രണ്ട് പരീക്ഷകളിൽ വിജയിക്കാത്ത ആരെയും ദൈവം തൻ്റെ ശുശ്രൂഷയ്ക്ക് ആക്കിയിട്ടില്ല. ദൈവ ശുശ്രൂഷയ്ക്ക് ആക്കുന്നവർ പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നവരും ദ്രവ്യാഗ്രഹത്തിന് വിധേയമാകാതിരിക്കേണ്ടവരുമാണ്. പഴയ നിയമ പ്രവാചകന്മാരും പിതാക്കന്മാരും പുതിയ നിയമ കാലയളവിലെ ശുശ്രൂഷകന്മാരും മേൽപ്പറഞ്ഞ രണ്ട് പരിശോധനകൾക്ക് വിധേയരായി തീരണമെന്നുള്ളത് ദൈവ നിർണയമാണ്. പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ മാനവജാതിയുടെ രക്ഷകനും മധ്യസ്ഥനും എന്നേക്കുമുള്ള മഹാപുരോഹിതനുമാക്കേണ്ടതിന് പരിശോധനയിൽ കൂടി കടത്തിവിട്ടു എന്ന് നാം ചിന്തിച്ചുവല്ലോ. മേൽപ്പറഞ്ഞ സ്ഥാനങ്ങൾക്ക് താൻ അർഹനായി തീരുവാനും പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാനും ഗത്സമന മുതൽ ക്രൂശുമരണം വരെയും പരിശോധനയ്ക്ക് വിധേയനാകുവാനും പിതാവ് അനുവദിച്ചുവെങ്കിൽ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകരാകേണ്ടവരും ഇതേ പരിശോധനകൾക്ക് വിധേയരായി തീരണമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവശുശ്രൂഷയ്ക്ക് ആക്കുന്നവർ പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നവരും ദ്രവ്യാഗ്രഹത്തിന് വിധേയമാകാതിരിക്കേണ്ടവരുമാണ്. പഴയ നിയമ പ്രവാചകന്മാരും പിതാക്കന്മാരും പുതിയ നിയമ കാലയളവിലെ ശുശ്രൂഷകന്മാരും മേൽപ്പറഞ്ഞ രണ്ട് പരിശോധനകൾക്ക് വിധേയമാകാതിരിക്കേണ്ടവരുമാണ്. പഴയ നിയമ പ്രവാചകന്മാരും പിതാക്കന്മാരും പുതിയ നിയമ കാലയളവിലെ ശുശ്രൂഷകന്മാരും മേൽപ്പറഞ്ഞ രണ്ട് പരിശോധനകൾക്ക് വിധേയരായി തീരണമെന്നുള്ളത് ദൈവനിർണയമാണ്. ഈ പരിശോധനകളെ രണ്ടായി തിരിക്കാം. ഒന്ന്, പിശാചിനാൽ നടത്തപ്പെടുന്ന പ്രലോഭനങ്ങളുടെ പരീക്ഷ. രണ്ട്, പിതാവായ ദൈവം അനുവദിക്കുന്ന കഷ്ടതയുടെ പരിശോധന. ഇതിൽ പിശാചിൻ്റെ പരീക്ഷകളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. പ്രലോഭനങ്ങളാൽ മനുഷ്യനെ പരീക്ഷിക്കുന്നത് പിശാചാണെങ്കിലും ദൈവമാണ് അത് അനുവദിക്കുന്നത്. പൊതുവായി രണ്ട് തരത്തിലുള്ള പ്രലോഭനങ്ങളാണ് പിശാച് മനുഷ്യർക്ക് എതിരായി നടത്തുന്നത്. പിശാചിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ജഡമോഹവും കൺമോഹവും ആണ് അവ. ജഡമോഹത്തിൻ്റെ പരീക്ഷയെ സ്ത്രീ വിഷയ സംബന്ധമായ പരീക്ഷ, വുമൺ ടെസ്റ്റ് എന്നും കൺമോഹത്തെ പണസംബന്ധമായ പരീക്ഷ, മണി ടെസ്റ്റ് എന്നും വിളിക്കാം. ഈ രണ്ട് കാര്യങ്ങളിൽ വിജയിക്കുന്നവരെ മാത്രമേ കഷ്ടതയുടെ പരിശോധനയിൽ കൂടി കടത്തിവിടുന്നുള്ളൂ. ആദ്യമായി പണസംബന്ധമായ പരീക്ഷയെക്കുറിച്ച് ചിന്തിക്കാം. ക്രിസ്തു ഇഹലോകത്തിൽ ആയിരുന്ന കാലത്ത് പണസംബന്ധമായ വിഷയത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. നിങ്ങൾ അനീതിയുള്ള മാമോനിൽ വിശ്വസ്തരായില്ലെങ്കിൽ സത്യമായത് നിങ്ങളെ ആർ ഭരമേൽപ്പിക്കും? അന്യമായതിൽ വിശ്വസ്തരായില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായത് ആർ തരും? ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 11-12 വാക്യങ്ങൾ. അപ്പോസ്തലനായ പൗലോസും ഇതേ ശൈലിയിൽ പറഞ്ഞിട്ടുണ്ട്. അധ്യക്ഷൻ ദ്രവ്യാഗ്രഹമില്ലാത്തവനായിരിക്കണമെന്നും. 1 തീമോഥെയോസ് 3-ാം അധ്യായം 4-ാം വാക്യം. ശുശ്രൂഷയ്ക്ക് ആക്കപ്പെടണമെങ്കിൽ അവരെ ആദ്യം പരീക്ഷിക്കണമെന്നും അനിന്ദ്യരായി കണ്ടാൽ അവർ ശുശ്രൂഷ ഏൽക്കട്ടെ എന്നും 1 തീമോഥെയോസ് 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ കൽപ്പിച്ചിരിക്കുന്നു. മാത്രമല്ല, ശുശ്രൂഷകന്മാർ ദുർനടപ്പിൻ്റെ ശ്രുതി പോലും ഇല്ലാത്തവരായിരിക്കണമെന്നും തീത്തോസ് 1-ാം അധ്യായം 6-ാം വാക്യത്തിലും അപ്പോസ്തലന്മാർ നിഷ്കർഷിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളിൽ വിജയിക്കുന്നവർക്ക് മാത്രമേ ശുശ്രൂഷ ഏൽക്കുവാൻ യോഗ്യതയുള്ളൂ എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. പഴയ നിയമകാലത്ത് അബ്രഹാം മുതൽ ദൈവത്തിൻ്റെ ശുശ്രൂഷ ഏൽപ്പിക്കപ്പെട്ട എല്ലാവരെയും ഇപ്രകാരമുള്ള രണ്ട് പരീക്ഷകളിൽ കൂടി കടത്തിവിട്ടതായി നാം കാണുന്നു. അബ്രഹാം ലോത്തിനെ രക്ഷിക്കുവാനായി 5 കനാന്യ രാജാക്കന്മാരെ തോൽപ്പിച്ച് അവരിൽ നിന്ന് പിടിച്ചെടുത്ത സമ്പത്തിനെയും ജനങ്ങളെയും മടക്കിക്കൊണ്ടുവന്ന് സോദോം രാജാവിനെ ഏൽപ്പിച്ച ചരിത്രം ഉൽപ്പത്തി പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നു. സോദോം രാജാവ് അബ്രാമിനോട്, ആളുകളെ എനിക്ക് തരിക, സമ്പത്ത് നീ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് അബ്രാം സോദോം രാജാവിനോട് പറഞ്ഞത്, ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കിയെന്ന് നീ പറയാതിരിപ്പാൻ ഞാൻ ഒരു ചരടാകട്ടെ ചെരിപ്പുവാറാകട്ടെ നിനക്കുള്ളതിൽ യാതൊന്നുമാകട്ടെ എടുക്കയില്ല
എന്ന് ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നത ദൈവമായ യഹോവയെങ്കിലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. അതിനുശേഷം അബ്രാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, അബ്രാമേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയും നിന്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു എന്ന് അരുളി ചെയ്തു. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 1-ാം വാക്യം. മേൽവാക്യങ്ങളിൽ ദൈവം അബ്രാമിനെ പണം സംബന്ധമായ പരീക്ഷയ്ക്ക് അഥവാ മണി ടെസ്റ്റിന് വിധേയമാക്കുകയായിരുന്നു. കൂമ്പാരമായി കൂട്ടിയ സ്വർണ്ണ നാണയങ്ങളെ സോദോം രാജാവിന് മുമ്പിൽ എറിഞ്ഞുകൊടുത്ത് ദൈവമുമ്പാകെ വിശ്വസ്തനായിരിക്കാൻ അബ്രാം ആഗ്രഹിച്ചു. അതിൽ ദൈവം പ്രസാദിക്കുകയും ചെയ്തു. എന്നാൽ ഈ അബ്രാമിനെ തന്നെ സ്ത്രീ വിഷയത്തിലുള്ള പരീക്ഷയ്ക്ക് അഥവാ ഉമൻ ടെസ്റ്റിന് വിധേയനാക്കിയപ്പോൾ ദൈവത്തിൻ്റെ ആലോചനയെ മറുത്തുകൊണ്ട് ഹാഗാറിനാൽ പരീക്ഷിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നു. അതിനാൽ അബ്രഹാം തോറ്റുപോയതായി നാം കാണുന്നു. ഇന്ന് ലോകം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുഃഖം ഈ തോൽവിയുടെ പരിണിതഫലമാണ്. തൽഫലമായി ഇസ്മായേൽ ജനിക്കുകയും അവൻ്റെ തലമുറകൾ ലോകത്തിൽ വ്യാപിക്കുകയും ചെയ്തു. അവൻ്റെ സന്തതികൾ ചന്ദ്രക്കല കടുക്കനായി അണിയുന്നവരായി തീർന്നു. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഈ സംഗതികൾ നാം വായിക്കുന്നു. ന്യായാധിപന്മാർ 8-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. അന്നു മുതൽ ചന്ദ്രനെ സേവിക്കുന്ന വലിയൊരു ജനവിഭാഗം ലോകത്തിൽ വരുവാൻ കാരണമായി ഭവിച്ചു. യോസെഫ്, ദാനിയേൽ, ഏലിയാവ്, ഏലീശ തുടങ്ങിയവരെയും ദൈവം മേൽപ്പറഞ്ഞ പ്രലോഭനങ്ങളിൽ കൂടി കടത്തിവിടുവാൻ പിശാചിനെ അനുവദിച്ചതായി കാണുന്നു. യോസേഫിനെ അടിമയായി പോത്തിഫേറിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയ ചരിത്രം ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തിൽ വായിക്കുന്നു. പോത്തിഫേർ യോസേഫിനെ അവൻ്റെ ഗൃഹവിചാരകനാക്കി തനിക്കുള്ളതൊക്കെയും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഈ പണസംബന്ധമായ ടെസ്റ്റിൽ യോസെഫ് വിജയിച്ചു. അങ്ങനെ മണി ടെസ്റ്റിൽ വിജയിച്ച യോസെഫിനെ ഉമൻ ടെസ്റ്റിലേക്ക് കടത്തിവിടുന്നതായി നാം കാണുന്നു. യോസെഫ് കോമളനും മനോഹര രൂപിയും ആയിരുന്നതുകൊണ്ട് പോത്തിഫേറിൻ്റെ ഭാര്യയുടെ കണ്ണ് അവൻ്റെ മേൽ പതിച്ചു. അനേകം പ്രാവശ്യം തൻ്റെ മേൽ അവൾ സമ്മർദ്ദം ചെലുത്തി. അപ്പോൾ യോസെഫ്, ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. ഒടുവിൽ അവൾ അവൻ്റെ വസ്ത്രം പിടിച്ചു. യോസേഫോ തൻ്റെ വസ്ത്രം അവളുടെ കയ്യിൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിക്കളഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. അങ്ങനെ നിഷ്കളങ്കനായ യോസെഫ് പിശാചിനാൽ നടത്തപ്പെട്ട പരീക്ഷയിൽ വിജയിച്ചു. തന്മൂലം അവനെ പരിശോധനയുടെ ക്ലാസ്സിലേക്ക് പ്രൊമോട്ട് ചെയ്തു. അതേക്കുറിച്ച് സങ്കീർത്തന പുസ്തകത്തിൽ ഇപ്രകാരം വായിക്കുന്നു: യഹോവയുടെ വചനം നിവൃത്തിയാവുകയും അവൻ്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം അവർ അവൻ്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പു ചങ്ങലയിൽ കുടുങ്ങുകയും ചെയ്തു. സങ്കീർത്തനം 107-18-19 വാക്യങ്ങൾ. സഹോദരങ്ങളാൽ വെറുക്കപ്പെട്ടവനും അമ്മയില്ലാത്തവനും അപ്പനെ വേർപെട്ടവനുമായ യോസെഫ് നീണ്ട 13 വർഷം മിസ്രൈമിലെ കാരാഗൃഹത്തിൽ കിടക്കേണ്ടി വന്നു. തൻ്റെ പരിശോധനയുടെ കാലം തികഞ്ഞപ്പോൾ ദൈവം അവനെ ശുശ്രൂഷയ്ക്ക് ആക്കി. ഫറവോൻ ആളയച്ച് യോസേഫിനെ വിളിപ്പിച്ചു. അവനെ വേഗത്തിൽ കുണ്ടറയിൽ നിന്നും ഇറക്കി നഷ്ടപ്പെട്ടു പോയ വസ്ത്രത്തിന് പകരം രാജകീയ വസ്ത്രം ധരിപ്പിച്ചു. ഫറവോൻ്റെ അടുക്കൽ കൊണ്ടുചെന്നു. ഫറവോൻ തൻ്റെ ഭൃത്യന്മാരോട്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. പിന്നെ ഫറവോൻ യോസേഫിനോട്, ദൈവം ഇതൊക്കെയും നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെപ്പോലെ വിവേകവും ജ്ഞാനവുമുള്ള ഒരുത്തനുമില്ല. നീ എൻ്റെ ഗൃഹത്തിന് മേലധികാരിയാകും. നിന്റെ വാക്ക് എൻ്റെ ജനമെല്ലാം അനുസരിച്ച് നടക്കും. ഇതാ മിസ്രയീം ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ മേലധികാരിയാക്കിയിരിക്കുന്നു. ഫറവോൻ തൻ്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരം ഊരി യോസേഫിൻ്റെ കൈക്ക് ഇട്ടു. അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു. ഒരു സ്വർണ്ണ സരപ്പളിയും അവൻ്റെ കഴുത്തിൽ ഇട്ടു. രഥത്തിൽ കയറ്റി
മുട്ടുകുത്തുവിൻ എന്ന് അവൻ്റെ മുമ്പിൽ വിളിച്ചു പറയിച്ചു. ഇങ്ങനെ മിസ്രയീം ദേശത്തിനൊക്കെയും അവനെ മേലധികാരിയാക്കി. പിന്നെ ഫറവോൻ യോസേഫിനോട്, നിന്റെ കൽപ്പന കൂടാതെ മിസ്രയീം ദേശത്തിലെങ്ങും യാതൊരുത്തനും കയ്യോ കാലോ അനക്കുകയില്ല എന്ന് പറഞ്ഞു. യോസേഫ് പരീക്ഷയും പരിശോധനയും ജയിച്ചതിനാൽ ദൈവം അവനെ 80 വർഷം മിസ്രയീമിലെ പ്രധാനമന്ത്രിയായി ശുശ്രൂഷ ചെയ്യുവാൻ കൃപ നൽകി. ദൈവം ഒരുവനെ ശുശ്രൂഷയ്ക്കാക്കുന്നതിന് മുൻപ് ഇപ്രകാരമുള്ള 2 ശോധനകളിൽ വിജയിച്ചിരിക്കണമെന്നുള്ളത് യോസേഫിൻ്റെ ദൃഷ്ടാന്തം വെളിവാക്കുന്നു. ശിംശോന്റെ കഥയും നമുക്ക് അറിവുള്ളതാണല്ലോ. ദലീല അവനെ മടിയിൽ ഉറക്കി. ഒരാളിനെ വിട്ട് തലയിലെ ജട 7 കളയിച്ച് അവൾ അവനെ ഒതുക്കി തുടങ്ങി. അവൻ്റെ ശക്തി അവനെ വിട്ടുപോയി. യഹോവ തന്നെ വിട്ടുമാറി എന്നറിയാതെ അവൻ മുമ്പിലത്തെ പോലെ കുടഞ്ഞ് ഒഴിഞ്ഞുകളയാമെന്ന് വിചാരിച്ചു. പക്ഷേ ശത്രുക്കളുടെ കയ്യിൽ അവനെ ഏൽപ്പിച്ചു. ചെമ്പു ചങ്ങല കൊണ്ട് ബന്ധിച്ചു, കണ്ണു കുത്തിപ്പൊട്ടിച്ചു. അവൻ കാരാഗ്രഹത്തിൽ മാവ് പൊടിച്ചുകൊണ്ടിരുന്നു. അവസാനം ദാഗോന്റെ ക്ഷേത്രത്തിൽ 3000 പേരോടുകൂടെ ജീവൻ അവസാനിപ്പിക്കേണ്ടി വന്നു. ലോകത്തിൽ അനേക ക്രൈസ്തവ ശുശ്രൂഷകരെ ശുശ്രൂഷയിൽ നിന്ന് ഒതുക്കി നശിപ്പിച്ചത് സ്ത്രീകളാണ്. സ്ത്രീ വിഷയത്തിൽ തോറ്റുപോയ ശിംശോൻ എന്നേക്കും അതിന് ഉത്തമോദാഹരണമായി നിലകൊള്ളുന്നു. ഈ 2 പരീക്ഷകളിൽ വിജയിക്കാത്ത ആരെയും ദൈവം തൻ്റെ ശുശ്രൂഷയ്ക്ക് ആക്കിയിട്ടില്ല. ഭാവിയിലെ പ്രവാചകനായി തീരേണ്ടിയിരുന്ന ഗേഹസി പണസംബന്ധമായ വിഷയത്തിൽ തോറ്റുപോയി. അതുനിമിത്തം നയമാന്റെ കുഷ്ഠം തനിക്കും തൻ്റെ സന്തതിക്കും എന്നേക്കും പിടിക്കുവാൻ കാരണമായി തീർന്നു. ദാവീദ് പണസംബന്ധമായ വിഷയത്തിൽ വിശ്വസ്തനായിരുന്നു. ദേവാലയം നിർമ്മിക്കേണ്ടതിന് ആവശ്യമായ സർവ സമ്പത്തിൻ്റെയും കണക്ക് താൻ കൃത്യമായി സൂക്ഷിച്ചിരുന്നു. എന്നാൽ സ്ത്രീ വിഷയത്തിൽ താൻ തോൽവിയടഞ്ഞു. അതിനാൽ ദേവാലയം പണിയുവാൻ ദാവീദിനെ ദൈവം അനുവദിച്ചില്ല. ആ ശുശ്രൂഷയിൽ നിന്ന് ദാവീദിനെ മാറ്റി. ഇതുപോലെ മറ്റനേകം പേരുടെ ചരിത്രമുണ്ട്. വിസ്താര ഭയത്താൽ ഇവിടെ പറയുന്നില്ല. പുതിയ നിയമത്തിലും ഈ വ്യവസ്ഥയുണ്ട്. 12 ശിഷ്യന്മാരിൽ യൂദ പണസംബന്ധമായ വിഷയത്തിൽ കള്ളനായിരുന്നു. അതിനാൽ ദ്രവ്യാഗ്രഹിയായ താൻ നാഥനെ ഒറ്റിക്കൊടുത്തതിന് ലഭിച്ച 30 വെള്ളിക്കാശ് വലിച്ചെറിഞ്ഞ് കെട്ടിഞ്ഞാന്ന് ചത്തതായി നാം കാണുന്നു. ബാക്കി അപ്പോസ്തലന്മാരെല്ലാം മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ വിശ്വസ്തരായിരുന്നതുകൊണ്ട് ദൈവം അവരെക്കൊണ്ട് വലിയ ശുശ്രൂഷകൾ ചെയ്യിപ്പിച്ചതായി വായിക്കുന്നു. ഇന്നത്തെ ക്രിസ്തീയ മണ്ഡലത്തിൽ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ ഇപ്രകാരമുള്ള ഒരാളിനെയെങ്കിലും ദൈവം കണ്ടെത്തിയിരുന്നെങ്കിൽ ഇന്നത്തെ ക്രൈസ്തവ സഭ ഇത്രമാത്രം അധപ്പതിക്കുമായിരുന്നു. ഇന്നത്തെ ഓഡിയോ ബുക്ക് ICPF ആനന്ദത്തോടുകൂടി അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ. Precious blood, I see the